ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നിതാ ഒരു ശനിയാഴ്ച ആയിട്ടാ. ഞങ്ങൾ രാവിലെ എണിച്ച് ഭക്ഷണം വയ്ക്കലൊക്കെ കഴിഞ്ഞ് പൈബ് എണീറ്റ് ഭക്ഷണം കൊടുക്കാൻ നോക്കുമ്പോൾ പൈബുവിന് കളിക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. നല്ല കളിയിലാണ്. അപ്പുറത്തെ റൂമിലത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ പോയില്ല കേട്ടോ. ഇന്നലെ ഫ്രൈഡേ ആയിട്ട് ഞങ്ങൾ പുറത്ത് പോയില്ല. കാരണം ഷാമിയാക്കൊക്കെ ഇന്നലെ കളി ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു, വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയില്ല. അപ്പോൾ കുറേ ആയി ബീച്ചിൽ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കണം. ഇപ്പോൾ കുറച്ച് ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങിയിരിക്കണല്ലോ. അപ്പം ഇന്ന് പോകണം വിചാരിക്കണം. ഞാൻ ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ബീച്ചിൽ പോകണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. ഒന്നും കൂടി ദോശ ആക്കട്ടാ. തിന്നണം പറയല്ല. ഒരു ദോശ തന്നെ തിന്നു. അമ്മ തുറന്നരാ. ഇതെന്താ എന്താ ദോശയിൽ ഒഴിക്കണ സാധനം? എന്താ പറഞ്ഞേ? ദോശയിൽ ഒഴിക്കണ ഒരു സാധനം എന്താ നമുക്ക് പറയും? എന്താ സാധനം? ദോശയിൽ നമ്മളിങ്ങനെ മേലെ ഒഴിക്കും ഒരു സാധനം. നെയ്. ഗുഡ് ബോയ്. അതുപോലെ നെയ്യ് ഇഷ്ട? എത്ര ഒഴിക്കണം ദോശയില്? കോഴി എടാ, ഒരു 2 ദോശയൊക്കെ തിന്നാറായിട്ട് അടുത്ത്. ചെറിയ ദോശയാണ്. 2 ദോശ ഉണ്ടാക്കട്ടെ ഇവന്. എന്താ ഇപ്പോഴും ഈ ഒരു കുട്ടി ദോശയൊക്കെ തിന്നണത്? പ്ലേറ്റ് ഇതില് മതിയില്ലേ? ഈ പ്ലേറ്റില് വേണ്ട, ഈ പ്ലേറ്റില് വേണ്ട, ഇതിലേതില് വേണ്ട? ഇതില് ദോശ ഐബുന്. കുഞ്ഞി ദോശ അത് മൊത്തം തിന്നില്ലെങ്കിൽ ഐബുന് അത് കിട്ടും. ഒറ്റക്ക് തിന്നില്ലേ? നമ്മ പോട്ടെ. തിന് വായക്ക് പൊട്ടിച്ച് വായിലിടിയെന്ന് കാട്ടിനെ. തിന്നി എങ്ങണ്ട് സൂപ്പറാ. ഒറ്റക്ക് തിന്നിട്ടാ എടുക്ക്. തിന്നുണ്ടായില്ലേ? ഫുള്ള് തിന്നേ. ഒരു ദോശ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയില്ല. എന്ത് കുഞ്ഞു ദോശയായിരുന്നു. ഭക്ഷണം കഴിക്കലും രാവിലത്തെ പൂവാള തന്ത്രപ്പാടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഹോളിൻ്റെ അവസ്ഥ ഇതാട്ടോ. അപ്പം ഇക്കാണെങ്കിൽ എങ്ങടേൽ പോണാട്ടിയുമ്പോൾ ഹോളൊന്ന് കംപ്ലീറ്റ്ലി നീറ്റായിട്ടിട്ട് പോണ പോലെ ഞാൻ എപ്പോഴും പോവാറുള്ളൂ. കാരണം വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഹോള് കാണുമ്പോഴേ നീറ്റായി കിടന്നില്ലെങ്കിൽ നമുക്ക് ആകെ നമ്മൾ ഏത് മൂട്ടിലാണ് വരികയെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ ടയേർഡായിട്ടും. അപ്പോൾ ആ സമയത്തൊന്നും ക്ലീനാക്കാൻ നടക്കണ കാര്യമില്ല. പിന്നെ നമ്മളെ കൂടെ ആരെങ്കിലും വരുമ്പോഴായാലും ഹോളൊന്ന് കംപ്ലീറ്റ് നീറ്റായിട്ട് ആ ഒരു സമാധാനമാണല്ലോ. റൂമിൻ്റെ കാര്യം പിന്നെ ഞാൻ പോണ സമയത്ത് ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് തന്ത്ര പോലെ നോക്കുള്ളൂ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇക്കൊന്ന് കുളിച്ച് റെഡിയാകാൻ വേണ്ടിയിട്ട്. ഐബുവിൻ്റെ റെഡിയാക്കൽ പിന്നെ ഷാമയൊക്കെ ചെയ്തോളും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ കുളിച്ചൊക്കെ മുടിയൊക്കെ ഒന്ന് നല്ലപോലെ കെട്ടി ലെൻസൊക്കെ വെച്ചിട്ടാണ്. ഞാൻ അങ്ങനെ നല്ലോണം എവിടേക്കെങ്കിലും ഇങ്ങനെ കറങ്ങാൻ പോണ ദിവസം മാത്രമാണ് ലെൻസൊക്കെ വെക്കുക. ഇതിൻ്റെ 1 ടൈം ലെൻസാണ്. അപ്പോൾ അന്ന് യൂസ് ചെയ്ത് ഇന്ന് തന്നെ കളയാം. പിന്നെ ഇതുപോലെ മുടിയൊക്കെ കെട്ടി ഒരുങ്ങൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. എല്ലാ ദിവസമൊന്നും എനിക്ക് അങ്ങനെ മൂഡ് തോന്നില്ല. മൂഡ് തോന്നിയാൽ മാത്രമേ നല്ലപോലെ ഞാൻ ഒരുങ്ങൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് അന്ന് R&Bന്ന് മേടിച്ച ന്യൂ ഡ്രസ്സാണ്. പിന്നെ പോണക്കാട്ടി മുമ്പേ കുറച്ച് സാധനങ്ങൾ നമുക്ക് ബാഗിൽ എടുത്തേക്കാൻ ഉണ്ടാവുമല്ലോ. അതായത് ഒരു കുപ്പി വെള്ളം ഞാൻ എപ്പോഴും കൈപിടിക്കും. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്നായതുകൊണ്ട് ഐബു കഴിക്കുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ അവനക്കുള്ള കഞ്ഞി കൈപിടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കഴിക്കാത്ത കുട്ടികളാകുമ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ കൈപിടിക്കണം. അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചില്ലേ പിന്നെ ആകതാവില്ലേ. പിന്നെ വെള്ളം എപ്പോഴും കൈപിടിക്കും. കാരണം കുട്ടികളതില്ല. അവനക്കും ആയാലും നമുക്കായാലും ഒന്ന് അയച്ചാലോ. പിന്നെ ഇങ്ങനെ മുട്ടായികളൊക്കെ കൈപിടിക്കട്ടെ 2-3 എണ്ണം. കാരണം വീട്ടിൽ നിന്ന് കൊടുത്തില്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം നമുക്ക് അവരെ മൂഡ് സെറ്റാക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് ചാമയൊക്കെ എപ്പോഴും പറയാം അവൻ്റെ ഇതൊക്കെ കൈ പിടിച്ചോട്ടെ, ഞാൻ ആ സമയത്ത് കിടന്നിട്ട് അത് മേടിക്കാൻ പോകാനൊന്നും നിൽക്കരുത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ആദ്യം വെച്ചിട്ട് ഞാൻ ബീച്ചിൽ കൊണ്ടുപോകണല്ലേ. എടുത്തേക്ക് കവറിലെടുത്ത് ആ പെട്ടി ഇതിലിട്ടിട്ട് കുപ്പിയിലിട്ടിട്ട് കവറിലേക്ക് ഇത് ടൈപ്പ് ഡ്രസ്സ് മാറ്റാ. ഇന്ന് കളിക്കുവോ? കഴിക്കും. എന്നാ വേഗം എടുത്തേക്ക്. ഞാൻ കവറിലേക്ക്
ഒഴിച്ചു ആ സാധനം എടുത്തേക്ക് അമ്മ എടുത്തരാ. ആ കവറിലേക്ക് ആ പിടിച്ചു തന്നെ വെച്ചോ. അതെന്തിനാ ഡ്രസ് മാറിട്ട് അപ്പൊ അവന് ഡ്രസ്സ് മാറ്റുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ചറ പറയുന്നത് വേഗം ഡ്രസ്സ് മാറ്റി ഇറങ്ങിയതാണ്. ഇതും അവനക്കും ന്യൂ ഡ്രസ്സാട്ടോ. അവന് R&Bന്ന് അന്ന് മേടിച്ചത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ ടീഷർട്ട് അവൻ്റെ ഇല്ല, ഈ ടർക്കോയ്സ് ഈ കളറ്, ഇങ്ങനത്തെ ഒരു കളറ്. അപ്പോൾ അവന് രസമുണ്ടായിരുന്നു, ഇഷ്ടമായിട്ട്. പിന്നെ അവൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നിന്ന് തരില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചുളിവിൽ ഒരു വീഡിയോ എടുത്തതാട്ടോ അങ്ങനെ. അപ്പോൾ നമ്മളിന്ന് ബീച്ചിൽ പോകുമ്പോൾ നമ്മളെ കൂടെ ഷാനി ജഡ്ജി ഒക്കെ ഉണ്ട്, എൻ്റെ കസിൻസാണ്. അങ്ങനെ ബീച്ചിൽ അങ്ങനത്തെ ഇടയിലൊക്കെ പോകുമ്പോൾ ദൂരം പോകുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വേണം, ഇല്ലെങ്കിൽ ഒരു നമ്മൾ മാത്രം പോകുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോകണേ. നേരെ പോയത് നമ്മൾ നെഹദിക്കാട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ച മുതലേക്ക് നെഹദി മന്തി കഴിക്കാനിങ്ങനെ തോന്നിയിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ട് അൽസാജിക്ക് പോയി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നെഹദിനെ കഴിച്ചാൽ മതി, വേണ്ടി അവൾക്കും കഴിക്കണമെന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ നെഹദിക്ക് വിട്ട് വക്കറല്ല നെഹദിക്കാട്ടോ പോയത്. എന്ത് മന്തി അവൻ ഡ്രസ്സ് എവിടെ വെച്ച് പറഞ്ഞത് 103 ഹായ് പറ അബു, ഹായ് പറ. ഹായ് പറ. 3 തരം 4 തരം. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ചിക്കൻ പീസൊക്കെ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഞാൻ സാധാ അൽഫാമൊക്കെ സാധാ ചിക്കൻ മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവർ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാധാ അൽഫാം ഓർഡർ ചെയ്ത്. ഈ നേരത്തെ മന്തി ഒരു വികാരം കേട്ടോ. ആ മയോനീസ് കൂട്ടിയിട്ട് റൈസ് കഴിക്കണം. ഓഫ്, എന്താ വെച്ചാൽ മയോനീസ് ഭയങ്കര ടേസ്റ്റ്. ഈ മയോനീസിൻ്റെ അത്രയ്ക്ക് വേറൊരു മന്തിയത്തെ മയോനീസിന് ടേസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ റൈസിന് നല്ല ഫ്ലേവറാണല്ലോ, ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഓ സൺകിസ്റ്റായി ഞാൻ. പ്രഗ്നന്റ് ലേഡി ഇവിടെ എങ്ങനെ പോണേ എങ്ങനെ പോണേ? നമുക്ക് കളിക്കാം. 1 2 3 കളിക്കാം. 1 1 1 2. ഓരോ നൈബൂനും ഇങ്ങനെ വിക്രസൊക്കെ ആക്കി കളിച്ചിട്ടാണ് പോണത്. കാരണം ഈ ബീച്ചിലേക്കൊരു 1.5 മണിക്കൂറുണ്ട്. അൽ ജസാസിയ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചായിട്ട് നമ്മൾ ആദ്യമായിട്ട് പോണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഒതുങ്ങിയിരിക്കില്ലല്ലോ, 1 മണിക്കൂറൊക്കെ ഇരിക്കാൻ തന്നെ വളരെ വലിയ കാര്യമാണ് അവനക്ക്. അപ്പം പിന്നെ അവൻ ആ സാധനമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും, ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചാടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് ബീച്ചിൽ നിന്നൊക്കെ വഴിയെ കാണാം. ബീച്ച് നല്ല നീറ്റ് ബീച്ച് ആയിരുന്നിട്ട്, പിന്നെ നല്ല ഇങ്ങനെ ബ്ലൂ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ചപ്പും ചവറൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നീറ്റ് ബീച്ച്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതിൻ്റെ കളറും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് എത്തി. ഓരോരുത്തരായിട്ട് ഓരോ പരിപാടികൾ തുടങ്ങി കേട്ടോ. അയപ്പോണെങ്കിൽ എത്തിയപ്പനെ ഓടിയേക്കണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ. എങ്ങോട്ട് വരണ്ടേ? ചെരുപ്പ് ഡ്രസ് മീന് പിടിച്ചു വരുന്നുണ്ട്. മീൻ പരല് മീൻ പരല് മീൻ. എങ്ങോട്ട് പോണ്? വെല്ലോന്റെ സാധനം എടുക്കല. ഇങ്ങോട്ട് പാടാ, എന്നാ ചെക്കൻ്റെ കിട്ടും. ഹലോ ഗൈസ്, ജാസിക്കുട്ടി എന്ത് കളിയാ കളിക്കണ അയ്പോ?
ഹായ് വെള്ളം കോരി കളിക്കുന്നു. ഹാപ്പി ചെക്കൻ പോയി പോയി ബീച്ചിലിറങ്ങാൻ പേടിയുള്ള ആളിപ്പോടെ പോയിക്കണോ. ഇങ്ങോട്ട് വാടാ അയ്യോ, ഇങ്ങോട്ട് നടന്നു വാ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഒക്കെ ബീച്ചിലേക്ക് ഇറങ്ങാൻ പേടിയുള്ള ആളായിരുന്നു. ഇപ്രാവശ്യം നോക്കാം അങ്ങോട്ട് പോയിക്കണേ. ഞങ്ങൾ ഫോട്ടോ എടുത്തൊക്കെ നോക്കുമ്പോൾ മൂപ്പരാൾ അങ്ങോട്ട് പോയിക്കണേ. എത്ര ദൂരെ പോയിക്കണേ, ഒരു പേടിയില്ല ഇപ്പോൾ വെള്ളം കോരിയിട്ട് ഇങ്ങനെ വരിക. പിന്നെ ഇവിടെ അധികം തിരല്ലാത്തതുകൊണ്ട് അധികം പേടിക്കാളില്ല. എന്നാലും മൂപ്പരാൾക്ക് നല്ല ഹാപ്പി ആയിക്കണേ. പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നിട്ട് ഞങ്ങൾ അത്ര ആൾക്കാരുണ്ടാവില്ല പ്രതീക്ഷ വന്ന്. എല്ലാവരും കാറൊക്കെ ഇട്ട് അധികം വെയിലായിട്ടാണ്ടിരിക്കാൻ വേണ്ടി കാറൊക്കെ ഇങ്ങനെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ മലയാളീസ് അധികം ഇല്ല, കൂടുതലും ഇന്ത്യക്കാരും അറബികളൊക്കെ അങ്ങനെയൊക്കെ ഇരുന്ന് ഉണ്ടായിരുന്നത് കേട്ടോ. ഈ ബീച്ചിൽ കളി ബക്കറ്റ് സെറ്റ് ഞങ്ങൾക്ക് അന്ന് കളിച്ചിട്ട് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടി കിട്ടിയതായിട്ട് എനിക്ക്. അത് കിട്ടിയ മുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ബീച്ചിൽ പോവുക, നമുക്ക് മണ്ണ് മാന്തി കളിക്കണ്ടേ, മണ്ണ് കോരി കളിക്കണ്ടേ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച മുതൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ്. പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പം ഇപ്പോൾ വന്നപ്പോൾ ഇത് കിട്ടിയോടെ ഇതിൻ്റെ നേക്ക് മനസ്സിലായപ്പോഴേ ഒറ്റയ്ക്ക് ഇങ്ങനെ മണ്ണ് മാന്തി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് ഇവന് കളിക്കാണ്ട്. അപ്പോൾ ഇക്കും ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ കുറേ ആയിട്ട് പറയണമായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റും ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ ഇങ്ങനെ നല്ലപോലെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കോരി കളിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവനായിട്ട് ഞാനും കളിച്ച്. ആ സമയത്തുണ്ട് ജെജു ഷാമിയൊക്കെ കൂടി പോകണോക്ക്. അവർ ദൂരൊക്കെ പോയിട്ട് സ്നോർക്ലിങ്ങിൻ്റെ ഒരു കിറ്റുണ്ട് ഷാമിയക്കാളിൽ. അത് വെച്ചിട്ട് അവിടെ പോയിട്ട് മീനിനെ നോക്കട്ടെ, ഇരുട്ടാവണാട്ടി മുമ്പ് നിന്നിട്ട് അവരങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവനെ കാണാണ്ടിരിക്കുക അവിടെ നമ്മളിങ്ങനെ ഞാനും അവനും കൂടിയിട്ട് എൻഗേജ്ഡായിട്ട് അവിടെ ഇരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവനൊരാളുള്ളപ്പോൾ അവന് ഇഷ്ടമാണ് ഒറ്റ കളിക്കണാട്ടിയും. പിന്നെ ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റി ഞാനും ഷാനൊക്കെ ഞങ്ങൾ ഡ്രസ്സ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇറങ്ങാൻ പറ്റുകയാണെച്ചെങ്കിൽ ഇറങ്ങാം. ബീച്ച് കണ്ടാൽ പിന്നെ ആരൊക്കെ ഇറങ്ങാൻ തോന്നൂല എന്തായാലും. പിക്കാൻ മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളാണ് മെസ്സേജ് പറഞ്ഞത് നമുക്ക് ഡ്രസ്സ് കയ്യിൽ പിടിക്കാട്ടാ, ഞാൻ ഇറങ്ങാൻ തോന്നിയാലോ വിചാരിച്ചിട്ട്. അവിടെ എത്തിയപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അവരൊക്കെ ഇറങ്ങണപ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ മുട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് അങ്ങനെ ഇറങ്ങി നോക്കിയിട്ടോ. നോക്കുമ്പോൾ ഞങ്ങൾ ചെന്നത് നല്ലൊരു സമയമായിരുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ എത്തുമ്പോൾ ഒരു 4 മണിയാണ്. 5 മണിക്കാണെങ്കിൽ ലേറ്റ് പോകും. അപ്പോൾ ആ 1 മണിക്കൂർ പറയുമ്പോൾ അധികം വെയിലില്ല ചൂടില്ലാത്ത നല്ലൊരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഷാമിയൊക്കെയും ജഡ്ജൊക്കെ വന്നിട്ടാണ്. പിന്നെ അവരായിട്ട് കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്ന് പിന്നെ ഞാൻ എല്ലാം അവിടെ ഇരുന്ന് നോക്കിയിട്ടാണ്. ഇരുന്നപ്പോൾ അധികം കുഴപ്പമില്ല, വലിയ തണവില്ല. അപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ എണിക്കാൻ തോന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഷാമിയക്കടെ മേത്തേക്ക് വെറുതെ വെള്ളമൊക്കെ ഇതാക്കിയായിരുന്നു കളിക്കായിരുന്നിട്ടാണ്. നല്ല സുഖം ഉണ്ടായിരുന്നു. ഓവർക്ക് തണവായ പറ്റില്ല, പക്ഷെ ഇത് നല്ല ചൂടുള്ള തണവില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു അവിടെ കുറച്ച് നേരം. ഐബുവിൻ്റെ ഹാപ്പിനെസ് കണ്ടിട്ട് ഞങ്ങൾക്ക് അവനെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കളിപ്പിക്കുന്നിട്ട് അവന് ഇന്നും ഒരു പേടില്ലാണ്ട് പോവന്നെ പോവുക. എന്നിട്ട് പിന്നെ ഷാമിക്ക ആ സ്നോർക്ലിങ്ങിൻ്റെ കിറ്റിൽ എന്തോ മീനുണ്ട് വേണ്ടിയിട്ട് ഇക്ക് വെച്ച് എന്നിട്ട് ഞാനും നോക്കിയിട്ടാണ് 2-3 മീനുകൾ കണ്ട്. അവിടെ നമ്മൾ മാൽദീവ്സിൽ പോയപ്പോൾ ആ സാധനം കണ്ടിട്ട് വെക്കാൻ നേക്കൊക്കെ അറിയായിരുന്നു, പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു ടൈം ആയിരുന്നിട്ട് നമ്മളിങ്ങനെ അവിടെ എല്ലാവരും കൂടിയിട്ട് ആ ഒരു വട്ടത്തിൽ ഇവിടെ എത്താൻ തിരയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് എത്ര നടുവിൽ വരെ പോവാം. നാട്ടിലത്തെ പോലെ നല്ല തിരയില്ലല്ലോ ഇവിടെ, അതൊരു സമാധാനമാണ്. അങ്ങനെ മുങ്ങിപ്പോവെന്നുള്ള പേടിയില്ല, നീന്തലറിയില്ലെങ്കിലും മുങ്ങിപ്പോവെന്നുള്ള പേടിയുന്നില്ല. ആ ചെക്കൻ പോണൊക്കെ ജഡ്ജു ആണെങ്കിൽ അവനിങ്ങനെ പിടിച്ചോണ്ടിരിക്കട്ടെ, അവനക്ക് ഒരു ഇതുമില്ല. ഇന്നെന്തോ അങ്ങനെ വിട്ട പോലെ. പിന്നെ
ഇവള് പ്രഗ്നൻ്റ് ആട്ടോ, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഇവള് പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസത്തോളം ആവാറായി. പിന്നെ ഇവളിവിടെ MESൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൾക്ക് ഈ ആഴ്ച ശനിയാഴ്ച ലീവ് കിട്ടിയപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിയതാണ്. കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ ഇവൾക്ക് അങ്ങനെ ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണേ ഞങ്ങൾ ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ടിട്ടോ, അടിപൊളി. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ വീഡിയോ എടുത്തത്. അവിടെ ഇങ്ങനെ കാറൊക്കെ നിർത്തിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സൺസെറ്റ് കാണുമ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഒരു വീഡിയോ എടുക്കും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇരുന്നതാട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി കരയിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ, കഞ്ഞി കുടിക്കാൻ സമ്മതിച്ചില്ല, ഇത്തിരി മന്തി കഴിച്ചോളൂ. അപ്പോൾ ബിസ്ക്കറ്റ് അവൾ എടുത്തിട്ടുണ്ടെന്ന്, അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ബീച്ചിലേക്ക് വന്ന ഭയങ്കര റിലാക്സേഷൻ ഫീലാലേക്ക് പണ്ട് മുതലേ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് അവിടുത്തെ ആ ഒരു കാറ്റും ആ വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, എന്ത് സങ്കടമുള്ളവർക്കും സങ്കടം പോകും, ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കിട്ടുക. ഒരു റിലാക്സേഷനും കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര ഒരു സുഖമാണ് ഈ ബീച്ചിലേക്ക് വന്ന ആ ഒരു ഫീല്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയട്ടെ, ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് അവിടെ ഇങ്ങനെ നോക്കി എത്ര നേരം ബീച്ചിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാന്നൊരു സുഖമല്ലേ, ഇങ്ങനെ ആ തിര ഇങ്ങനെ വരുന്നതും. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ബീച്ച്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ ഏകദേശം ഒരു 6-6:15 ഇങ്ങനെ ഇരുട്ടായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ടും 1 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ ഐബൂന് വെള്ളത്തിൽ കളിച്ചിറങ്ങിയതിൻ്റെയും പിന്നെ ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു മപ്പ് വന്നു തുടങ്ങി. ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മപ്പൊക്കെ മൂപ്പരാൾക്ക് വന്നു തുടങ്ങിയിരുന്നിട്ടാ. എന്നാലും വലിയ അലമ്പുണ്ടായിരുന്നില്ല അവന്, നല്ലപോലെ എൻജോയ് ചെയ്ത്. പിന്നെ അമ്മക്കൊക്കെ അവിടെ എത്തിയപ്പത്തിനും വിശന്ന് തുടങ്ങി, കാരണം വെള്ളത്തിൽ കളിച്ച പിന്നെ വിശക്കുമല്ലോ. അപ്പോൾ ഈ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കലാപത്തിൽ 50% ഓഫ് ഉണ്ടെന്ന് എല്ലാ സാധനങ്ങൾക്കും, നല്ല ഓഫ്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഒന്നെല്ലാവരും കുളിച്ച് സെറ്റായിട്ട്, ആകെ മണ്ണും പൂഴിയൊക്കെ ആയിട്ട് എത്ര മണ്ണായാലും അറിയാമല്ലോ, അങ്ങനെ കുളിച്ചൊക്കെ സെറ്റായി. അപ്പോൾ ഇങ്ങനെ തലാപത്തിൽ നിന്ന് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അങ്ങനെ ഓർഡർ ചെയ്ത് പാസ്തയും സാൻഡ്വിച്ചും അങ്ങനെ ജ്യൂസും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത്. അപ്പോൾ നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേനും 50% ഓഫ് എന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഓരോ സാധനങ്ങളൊക്കെ ഓരോരുത്തർക്ക് അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാൻ വിചാരിച്ച് ഓരോന്ന് ഓർഡർ ചെയ്തിട്ടാണ്. പിന്നെ ഇങ്ങനെ ഷേക്കും ജ്യൂസും പോലത്തെ എന്തൊക്കെയാണ്, അതൊക്കെ വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മളെല്ലാവരും അതൊക്കെ വെച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിച്ചിട്ട് സിനിമ കണ്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇവർക്കൊക്കെ നാളെ ഡ്യൂട്ടി ഉള്ളതാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പോയിട്ടാ. എന്താ ചെയ്യണേ? ഓക്കെ ആക്ക്. അടിച്ച് സെറ്റാക്കി. കുപ്പി പൊട്ടണ്ടാട്ടാ, കുപ്പി പൊട്ടണ്ട. ഓ കളിയിൽ ഒരാൾ വന്നിട്ട് പൈബുനാണെങ്കിൽ വന്ന് കുറച്ച് ഇത്തിരി പാസ്ത ഒക്കെ തിന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സെറ്റായി അവനിട്ട. പിന്നെ കളി തന്നെ, അവൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെ. അപ്പോൾ പിന്നെ വന്നിട്ട് കുറേ നേരം കളിച്ച് നല്ല ഹാപ്പി ആയിട്ട്. ഇന്ന് നല്ലൊരു ദിവസം ഇരുന്നിട്ട് ഞാൻ നല്ലപോലെ നമ്മളൊക്കെ എൻജോയ് ചെയ്ത്. ഭയങ്കര ബീച്ചിൽ കുറേ ദിവസമായിട്ട് വരണം വിചാരിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ഭയങ്കര റിലാക്സേഷൻ ബീച്ചിൽ പോയി വന്നപ്പോൾ പറയേ നല്ല ഇഷ്ടമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയായിട്ട് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന്, അപ്പോൾ നമ്മളതൊക്കെ കണ്ടിരുന്ന്. ഇന്ന് മോഹൻലാലിൻ്റെ എപ്പിസോഡ് ആയിരുന്നില്ല, സാറ്റർഡേ ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് ഇനിയിപ്പോൾ നമ്മൾ പതിയേക്ക് എടുക്കാനുള്ള പ്ലാനിലാണ്. അത്യാവശ്യം നൈബ് ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ടേ കുറച്ച് നേരത്തെ കിടത്തി ഉറക്കണം എന്നുള്ള ഇതിലാണ്. ഉറങ്ങുമോ അല്ലോന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ആയിട്ട് പപ്പ ബൈ, മമ്മ ഗുഡ് നൈറ്റ്. എന്താ സുപ്രഭാത് ബിഗ് ബോസ് പറയുന്നു?
അതാരാ പറയാ ഐബുന് ആരാ ഇഷ്ടം ബിഗ് ബോസില് സെറ്റ് അത് കേൾക്കുമ്പോ ഒരാൾക്ക് ചോരങ്ങനെ തിളയ്ക്കും അനുമോൾക്കൊരു അങ്ങനെ ഐബൂനൊക്കെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വെറുപ്പിച്ച് രാത്രി ടൈമിൽ നല്ല രസം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ വെറുപ്പിക്കൊണ്ട് ഷാമയൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇനി ഞങ്ങളിതാ ലൈറ്റൊക്കെ ഓഫാക്കി കുറച്ച് നേരം കഴിഞ്ഞൊക്കെ എടുക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ അങ്ങനെ എൻഡ് ചെയ്തു. ഞാൻ നല്ലപോലെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ട് മൈൻഡ് ഭയങ്കര റിലാക്സ് ആയ പോലെ ഐബു നല്ലോണം കളിച്ചു അവനക്കും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻസൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻസൊക്കെ ഭയങ്കരമൊക്കെ ഹാപ്പിനെസ് തരുന്നതാണ്. അപ്പോൾ അടുത്തടുത്ത് നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.